നമ്മളൊരു വാച്ച് മേടിച്ച് ഫയർ ബോൾട്ടിൻ്റെ കോബ്ര എന്ന് പറഞ്ഞൊരു വാച്ചാണ് നമ്മുടെ വാച്ച്. 96, 95, 94. ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മളെ വീഡിയോയിൽ കാണാം. കമ്പനിക്കാരൻ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കമ്പനിക്കാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കമ്പനിക്കാരൻ സബിൻ. ഞാൻ നിങ്ങളുടെ കമ്പനിക്കാരൻ സാനന്ദ്. നമ്മുടെ സ്കൂബിയൊക്കെ ഇവിടെ കിടക്കാറുണ്ട്. ലൈറ്റർമാൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്താണ് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സാധനം. നമ്മളൊരു വാച്ച് മേടിച്ച് ഫയർ ബോൾട്ടിൻ്റെ കോബ്ര എന്ന് പറഞ്ഞൊരു വാച്ചാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്ന് നമ്മൾ മേടിച്ചിട്ട് പൊട്ടിച്ചിട്ടില്ല, നമ്മൾ നോക്കിയിട്ടില്ല, ഒന്ന് തുറന്നു നോക്കിയായിരുന്നു. പക്ഷേ കൂടുതലായിട്ട് നമ്മളൊന്നും ഓണാക്കും അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. ഇതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടില്ല അധികം. മലയാളത്തിൽ, ഹിന്ദിയിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്, പക്ഷേ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കെന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതിലിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാച്ചിൽ കുറേ സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ട്. ഇതിൽ കുറേ എഴുതിയിട്ടുണ്ട്. മോണിറ്ററിങ്, അത് മറ്റേ ബ്ലഡ് പ്രഷറിൻ്റെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. പിന്നെ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്, ഹാർട്ട് റേറ്റ് പറ, ഞാൻ പറയാൻ തെറ്റിപ്പോയി. അപ്പൊ ഞാൻ പറയാൻ മറ്റേ ഇത് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യണില്ലേ, 92 അങ്ങനെ നടക്കല്ലേ? 92 നോർമൽ ആയിട്ടുള്ള അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റൂലേ? അതൊക്കെ അറിയാൻ പറ്റും. അറിയാൻ പറ്റും. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ്, ഇത് പൊളിയാട്ടോ. ഇത് വെള്ളത്തിലൊക്കെ മുക്കാം അല്ലേ? അങ്ങനെ കുറെ സെറ്റപ്പ് ഉണ്ട്. വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാമറ കൺട്രോൾ, മ്യൂസിക് കൺട്രോൾ, മൾട്ടിപ്പിൾ വാച്ച് ഫേസസ്, ഒരുപാട് വാച്ച് ഫേസസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻ, വെതർ അപ്ഡേറ്റ്, പിന്നെ അലാറം, ടൈമർ, സ്റ്റോപ്പ് വാച്ച്. അത് നോർമൽ ആയിട്ടുള്ള. പിന്നെ ഇവിടെ ഉണ്ട് ഇത് ബ്ലൂടൂത്ത് കോളിംഗ്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റന്റ്. വെള്ളത്തിലൊക്കെ മുക്കാൻ IP 68 അല്ലേ? 68 IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. വെള്ളത്തിലൊക്കെ നോക്കാം. ഞാൻ വാട്ടർ റെസിസ്റ്റന്റ് IP68. അതെ. റെസൊല്യൂഷൻ, പിക്സൽ റെസൊല്യൂഷൻ അതിന്റെ 368x448 അത്രയും പിക്സൽ റെസൊല്യൂഷൻ ഉണ്ട്. ഇൻബിൽറ്റ് മൈക്കും സ്പീക്കറും കോൾ ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ അങ്ങനെ സെറ്റപ്പ് ആയിരിക്കും. വേറെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്ക്രീനിന്റെ സൈസ് ഉണ്ട് 45.2 mm. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19,999 ആണ്. ഇതിൽ 20,000-ന് 1 രൂപ കുറവ്. പക്ഷേ നമുക്ക് മറ്റേ ഓഫർ പ്രൈസിന് സാധനം കിട്ടി. പിന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പൊ ഏതാണ്ട് വലിയ റേറ്റ് ഒന്നും ഇല്ല, അത്രയും റേറ്റ് ഒന്നും വരില്ല. 14,000 രൂപയ്ക്ക് സാധനം കിട്ടും. നമുക്ക് എത്ര രൂപ കിട്ടി? നമുക്ക് 3,500. നല്ല ലാഭമാണ്. പൊട്ടിച്ചു നോക്ക്, ബാ. അത് എടുത്ത് പുറത്ത് വെച്ച് നോക്കി. അത് എങ്ങനെയാ നോക്കി. അങ്ങനെയല്ല, ഇതിന്റെ അകത്ത് വലിയ പെട്ടിയും മറ്റു സാധനമൊക്കെ ഉണ്ടല്ലോ, വായിക്കാത്ത സാധനമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അൺബോക്സിങ്. അങ്ങനെയല്ല സാധനം സെറ്റ് ചെയ്യണ്ട. ആദ്യം അതൊക്കെ വാച്ചൊക്കെ ആദ്യം എടുത്ത് മാറ്റി. ആദ്യത്തെ അൺബോക്സിങ്. പിന്നെ വരുമ്പോ ഇതിന്റെ കൂടെ ഒരു ഡാറ്റ കേബിൾ പോലത്തെ ഇത് മറ്റേ ചാർജിങ് കേബിളാണ്. ചാർജിങ് കേബിൾ ബാക്കിലായിരിക്കും വെക്കണത്, മാഗ്നറ്റ്. പിന്നെ ഒരു ബുക്കും ഉണ്ട്. യൂസർ മാനുവൽ. ഇതെന്ത് കാർഡാ? ഇതിന്റെ കൺഗ്രാജുലേഷൻസ്. 3 കാർഡുണ്ടല്ലോ. കൂപ്പണാടാ, ആപ്പിന്റെ ഒക്കെ കൂപ്പണ. രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഏതാ? ബാക്കി വാച്ച് കാണിക്കും. പൊളിക്ക്, കവർ പൊളിക്ക്. ഇത് കവർ പൊളിക്ക്. എനിക്ക് പുതിയ സാധനം അങ്ങനെ തുറന്നു നോക്കണമെന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെയാണ് കിട്ടിയത് അതുപോലെ തന്നെ 2 ആഴ്ച ഇരിക്കണം. വലിച്ചു പൊളി. ഇതാണ് വാച്ച്. ഇതാണ് നമ്മുടെ വാച്ച്. കൊള്ളാട്ടോ. ഇതിന്റെ ഒരു ഡിസൈൻ ബിഗ് ഗെയിമിന്റെ ഒക്കെ ഡിസ്പ്ലേ പോലെ ഒരു ഡിസൈൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. നൈസാണ്. ഇതിൽ സൈഡിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. അതിൻ്റെ പുറകുഭാഗം ഇതാണ്. ചാർജർ വെക്കണത് ഇതാന്ന് തോന്നുന്നു. ഓ, മാഗ്നറ്റിക്.
പോവില്ലായിരിക്കില്ലേ? ആ അതെ പോവില്ല. ഊരിയെടുത്തോ. ഇതെന്ത് ഈ നടുക്കുള്ള സാധനം? അതാണ് മറ്റേ സെൻസ് ചെയ്യണത്. സെൻസർ. ഓ ഓണാക്കി നോക്കാം. ഇതിൻ്റെ ഓണാക്കണ സ്വിച്ച് 2 സ്വിച്ച് ഉള്ള അതിൽ വരണം. വെള്ളത്തിൽ എന്തൊക്കെയാണ് ഫയർ ബോൾട്ട് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതൊരു ചേച്ചി ഇതാരാ? ആരാ? എനിക്കും അറിയില്ല. ഹിന്ദി സിനിമ ഒന്നും കാണാറില്ല. എന്തോ ഇതൊന്നും വന്നില്ല. എന്തോ വന്ന് നോക്കി സായി ഗായ്സ് അടിച്ചു പോയി. ഇതന്നെ സീറോ സ്റ്റെപ്സ് ഇത് നടക്കണേക്കെ. ഇത് മെസ്സേജസ് നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് വലിക്കുമ്പോ ഇത് എന്താണ്ടൊക്കെ കൊറേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഹാർട്ടിന്റെ പടം മേളിന്ന് അടിക്കുമ്പോ അങ്ങനെയൊക്കെ കൊള്ളാട്ടോ. ഇങ്ങനെ കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട്. 3500 നല്ല ലാഭമുള്ള വാച്ച്. തൊട്ടാ മതിയോ? ഇപ്പഴത്തേക്ക് വലിച്ച് ഇത്ര ആപ്പുള്ള അല്ല അത് ഇതെന്ത് വെച്ചാ ഇതിങ്ങനെ മാറ്റിക്ക്. ഇത് കേൾക്കുമ്പോ ഈ സ്വിച്ച് എന്തിൻ്റെ? അതേ കണ്ട ഐറ്റംസ് ഒക്കെ കണ്ടോ? അയ്യോ 150 സ്പോർട്സ് മോഡ് ഉണ്ടെന്നാണ് ഇതിൽ എഴുതിയേക്കണത്. കണ്ടോ 150 സ്പോർട്സ് മോഡ് ഉണ്ട്. ജിമ്മിൽ പോവാണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാല്ലേ. ഇത് കെട്ടിയാ വർക്കൗട്ട് ചെയ്യില്ല, നമ്മള് ചെയ്യണം. ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. നമ്മൾ ഇത്ര ദിവസം ഇത്ര വർക്കൗട്ട് നമുക്കറിയാം. അതെനിക്കറിയില്ല. ഇനിയിപ്പോ ഇതിലൊന്ന് പഠിക്കണം. നമ്മൾ ആദ്യം കണ്ണപ്പന എടുത്ത പോലെ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 2 ദിവസം അതല്ല. ഇനിയിപ്പോ ഈ സാധനമൊക്കെ നോക്കണല്ലേ. ഇതിന്റെ ഇത്ര ഞാൻ നീട്ടി നോക്കിട്ട് എന്റെ ഹാർട്ട് എന്തോരം ഉണ്ടെന്ന് അറിയാലോ. ഹാർട്ട് എന്തോരം ഉണ്ടെന്നോ? എന്റെ വിശാലമായ ഹാർട്ട്. കെട്ടിട്ട് എങ്ങനെയുണ്ട്? വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, സാധാരണ വെച്ചിട്ടുള്ള പോലെ വെയിറ്റ് ഒന്നുമില്ല. ആണോ? ഇതിൽ എത്ര വെയിറ്റ് ഉണ്ട്? വെയിറ്റിന്റെ വല്ല എഴുതിയിട്ടുണ്ടോ? വലുതാലേ രണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാണിക്കണ്ട എന്തോ കാണിക്കുന്നുണ്ട്. സമയം എടുക്കുമായിരിക്കും. റൈറ്റ്. അതിന് ഞെക്കിക്കേ. വന്നോളൂ. വരും. ഒരു ടൈമൊക്കെ കൊടുക്കും. പെട്ടെന്ന് വരുമൊന്നുമില്ല. 1 മിനിറ്റ് എന്താണ്ടൊക്കെ വേണം. 1 മിനിറ്റ് 98 കാണിച്ച് 97 96 95 94 93 92 90 90 പറഞ്ഞാൽ കൂടുതലാണ് കുറവാണ്. ഞാൻ ഡോക്ടറൊന്നും അല്ല. എനിക്കറിയില്ല. ഇതെങ്ങനെ ഇത് ഓടാവണമെന്ന് ഞെക്കിയാലാണ് അവള്. അപ്പൊ സാധിച്ചേണ്ട 90. എനിക്ക് 90. 1 മിനിറ്റിൽ 90 പ്രാവശ്യം അടിക്കുന്നതാണ്. അങ്ങനെ തന്നെയൊക്കെയാണോ എന്നാണോ? എന്തായാലും വാച്ച് കെട്ടിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടോ? സ്ട്രാപ്പിന് എന്തെങ്കിലും? സാധാരണ നമ്മളൊരു നോർമൽ വാച്ച് കെട്ടണ പോലെ. അത് തന്നെ സിലിക്കൺ വാച്ച്. ഇത് പെട്ടെന്ന് പിന്നെ ഇത് കണ്ട് ഈ സാധനം ഊരിയെടുക്കാനൊക്കെ പറ്റും. സ്ട്രാപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. അതിന്റെ ലോക്ക് ഉണ്ട്. ലോക്കിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഈ വാച്ചിന്റെ കുറെ ഇതുണ്ട്. ഇതിന്റെ കൂടെ ഈ സ്ട്രാപ്പിന്റെ ഇത് ബ്ലാക്ക് കളറാണ്. ഇതിന്റെ ഒപ്പം തന്നെ വേറെ 3 വേരിയന്റ് ഒരു ആർമി കളർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് എന്തായാലും ഇവിടെ കാണിച്ചു കൊടുക്കാം. ഈ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയപ്പോ കിട്ടിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെട്ട. പിന്നെ ബ്ലാക്ക് ഇപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാ. സൈറ്റിൽ കയറി നോക്കിയിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കാ. എന്തായാലും ഇത് മേടിക്കാനുള്ള ലിങ്ക് കൊടുത്തേക്കാം. നമ്മൾക്ക് മേടിച്ചെന്ന് നമ്മുടെ ഒരു കമ്പനിക്കാരനാട്ടോ. നമ്മള് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. ഞാൻ ഇവിടെ നോക്കിയിട്ട് എനിക്ക് പിൻകോഡിൽ കിട്ടണുണ്ടായിരുന്നില്ല. എനിക്ക് നോക്കിയിട്ട് പിൻകോഡിൽ കിട്ടാനില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഒരു കമ്പനിക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോ പുള്ളിക്ക് കിട്ടണുണ്ടായിരുന്നു. പുള്ളിയുടെ ഫോട്ടോ ഇപ്പൊ ഇവിടെ കാണിച്ചു തരാട്ടോ. അതായിരുന്നു പുള്ളി ആണ് നമുക്ക് ഇത് മേടിച്ചു തന്നത്. പുള്ളിയുടെ പേര് ഇർഷാദ്. ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നമ്മുടെ പുറകെയുള്ള വീഡിയോയിൽ കാണാം. ഇതെന്തായാലും ഇനിയിപ്പോ ഇതിന്റെ പരിപാടിയൊക്കെ ഒന്ന് പഠിക്കണം. പഠിച്ചിട്ട് പോണ വഴിക്ക് ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് അതെ ഇതിന്റെ എങ്ങനെയുണ്ട്. അതെ ഇനി വാച്ചും ഉണ്ടാകും. നമുക്ക് എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നമ്മുടെ പുറകെയുള്ള വീഡിയോയിലുണ്ടാവും. ഇത് ഇത്രേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ഒന്നുമില്ല. പിന്നെ ഇത് വെള്ളമൊക്കെ കയറും, വെള്ളത്തിലൊക്കെ ഇടാം, വണ്ടിയൊക്കെ കയറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അല്ലേ കുറെ ഹിന്ദിക്കാരന്മാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാശ് കൊടുത്ത് മേടിച്ചത് കൊണ്ട് വെള്ളത്തിൽ മുക്കാനോ വണ്ടിയുടെ അടിയിലിടാനോ നമ്മൾ അതേപോലെയുള്ള സെറ്റപ്പാണ് ഇത്. ഇങ്ങനെ തട്ടിയാലോ നിലത്തിട്ടാലോ ഒന്നും പറ്റൂലാത്ത വാച്ചാണ്. വാട്ടർ പ്രൂഫ് അല്ല, IPC 168 എന്ന് പറയുമ്പോ ഇടാം. സ്വിമ്മിങ്ങിനൊക്കെ പറ്റും. സ്വിമ്മിങ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അതിൽ കാണിക്കൂലേ. സ്വിമ്മിങ് മോഡൊക്കെ ഉള്ളപ്പോ പിന്നെ അത് ഓക്കെ ആയിരിക്കുമല്ലോ എന്നുള്ളത് കാണിക്കൂലേ. ഇതല്ലേ ഫോൺ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ആ സെറ്റ് വേണം. അപ്പൊ അതിന്റെ ഫോൺ അതേടാ കണക്റ്റ് ആയടാ. ഓ, ഫോൺ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലേക്ക് മതി. അപ്പോൾ നമ്മുടെ വാച്ച് അൺബോക്സ് ചെയ്തിട്ട് ഇന്നേക്ക് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച ഞങ്ങളിത് യൂസ് ചെയ്ത് നോക്കി. എന്നിട്ട് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്നൊക്കെ ഇപ്പോൾ സബിൻ പറഞ്ഞു തരും. സബിനാണ് ഈ വാച്ച് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ എങ്ങനെയുണ്ടായിരുന്നു? വാച്ച് കൊള്ളാം, പൊളി സാധനം. നമ്മൾ ആദ്യമായിട്ടാണ് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യണേ. അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നോക്കി മറ്റേ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഓക്കെയാണ്. കുറച്ചൊക്കെ മോഡൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ മറ്റേ ഹാർട്ട് മോണിറ്ററിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കി. ഏകദേശം കറക്റ്റാണ്. കുറച്ച് വാച്ച് ഫേസസ് ഒക്കെ ഇതിലുണ്ട്. ഇതിൽ തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ ആപ്പ് ഡാഫിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം കൊള്ളാം. എന്തായാലും ഒരു സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റും. നൈസ്, നല്ലതാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട്. അടിപൊളിയാണ്. അതായത് എനിക്കിഷ്ടപ്പെട്ട്. അതെ, എന്തായാലും നോക്കും. ഇപ്പോൾ ഏകദേശം ഒരു 3700 എന്നാണ്ടൊക്കെയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ എന്നാണ് കിടക്കുന്നത്. അതിൻ്റെ സൈറ്റിൽ 3500 രൂപ ആ റേഞ്ച് എന്നാണ്ടേ കാണിക്കുള്ളൂ. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മേടിക്കും. നമ്മളെന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു വാച്ചാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പാണ്. കാരണം എല്ലാം നമ്മൾ കണ്ടേക്കണ എല്ലാം ഒരേ മറ്റേ സ്ക്വയർ ടൈപ്പ് അല്ലേ വേണം. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടൊരു അതിൻ്റെ ആ പല മോഡുണ്ടല്ലോ, പല വേരിയേഷനിൽ കാണുന്നത്. ഇത് ബ്ലാക്ക് ആണ്, അതേപോലെ ആ പല കളറും ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കളറും ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്. മേടിക്കാനുള്ളവർ എന്തായാലും മേടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. ആദ്യത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വാച്ച് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എത്രേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ. അതെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയിപ്പോ നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ ബൈ.